ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കാലഭൈരവ സ്വാമിയുടെ ഒരു കേരള മ്യൂറലാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ജഗദ്ഗുരുവായ ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതിയായ കാലഭൈരവാഷ്ടകത്തിന് ആസ്പദമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഇതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് ഏരിയ ബോഡി പോർഷനൊക്കെ കുറച്ച് രണ്ടാമത്തെ കോട്ടിങ്ങും കൂടെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ചെയ്യാൻ ഇനിയും ഇരിപ്പുണ്ട്. ഓരോ ഏരിയയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം വളകളുടെ ആഭരണം ഏരിയയുടെയൊക്കെ ഷെയ്ഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അധികം കല്ല് വയ്ക്കാതെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ആർട്ടിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൈരവസ്വാമിയുടെ ഇതിൽ അങ്ങനെ മതി എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഷെയ്ഡിങ്ങാണ് കാണിക്കുന്നത്. ആ ടെക്നീക്ക് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും. ഓരോന്നും കളർ കൊടുത്തിട്ട് അത് പിന്നെ ആ ബ്രഷ് വാഷ് ചെയ്തിട്ട് പിന്നെ തുടച്ചിട്ടാണ് അത് ബ്ലെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരള മ്യൂറലിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഫാസ്റ്റായിട്ടൊന്നും കേരള മ്യൂറൽ അധികം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നല്ല ഈ ഷെയ്ഡിങ് വരുന്നുണ്ട് വെച്ചാൽ ഇത് സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്രാവശ്യവും നമ്മൾ കളർ എടുക്കുക, വാഷ് ചെയ്യുക, അങ്ങനെ തന്നെ പോവും. അത് കാരണമാണ് ഇതിന് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വളരെ ഒരു പഴയ പുരാതന കലയായതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് മെയിനായിട്ട് ഇത് ട്രഡീഷണൽ ടച്ചോട് തന്നെ ഫുള്ളായിട്ട് ചെയ്യുന്നത്. ചിലത് റിയലിസ്റ്റിക് വരാറുണ്ട്. പിന്നെ അവരവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ചില ചേഞ്ചസൊക്കെ, ചിലർക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ കളറിലാവാം, ചിലപ്പോൾ ഡിസൈനിലാവാം, അങ്ങനെയൊക്കെ ആവാം. റിയലിസ്റ്റിക്കിലേക്ക് അധികം പോയിട്ടില്ല. ഇതിനകത്ത് ഫുള്ളായിട്ട് തന്നെ ട്രഡീഷണൽ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷെയ്ഡിങ് കാണാൻ നന്നായിട്ട് ആവുന്നുണ്ടാവും. കുറച്ച് മണിമാല ഡിസൈൻ മാത്രം ചില വളകളിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാം പ്ലെയിനായിട്ടുള്ളതൊക്കെ അതിനകത്ത് നേരിയതായിട്ടുള്ള ഡിസൈൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് കാരണം ഈ ഇത് നല്ല ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ചെയ്തു വരുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ പോർഷനും കാണിക്കുന്നുണ്ടാവും. എല്ലാവരും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസും കുറേ ഇതിനകത്ത് ചെയ്യും. ഞാനും ഒരു മ്യൂറൽ ആർട്ടിസ്റ്റാണ്. ഞാൻ വേറൊരു പിക്ചറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് കാരണം ഇതുപോലുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതിൽ എൻ്റെ ഒരു സന്തോഷമാണ്. ഇത് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കലയാണല്ലോ. ഒത്തിരി പേര് എല്ലാവരും ഇതിന് ആസ്വാദകരുണ്ട്. അത് കാരണം ആർട്ടിസ്റ്റ് നല്ല ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ വളരെ ഡെഡിക്കേഷനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഓർഡറൊക്കെ ഉണ്ടെങ്കിലും പുള്ളി എടുത്ത് കൊടുത്താൽ പുള്ളി ചെയ്തു തരും. ഒത്തിരി നല്ല ലളിതാ ത്രിപുര സുന്ദരി, ഒത്തിരി കുറേ നല്ല വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എല്ലാം തന്നെ ലളിതാ സഹസ്രനാമത്തിന് ആസ്പദമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.